കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് എം.എൽ.എ അപകടത്തിൽപ്പെടാൻ ഇടയാക്കിയ പരിപാടി സംഘടിപ്പിച്ചത് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് സ്റ്റേജ് കെട്ടാൻ അനുമതി നൽകിയിരുന്നില്ലെന്ന് GCDA അറിയിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഉമാ തോമസ് എം.എൽ.എ കലൂർ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് വീണ് അപകടമുണ്ടായ സംഭവത്തിൽ സംഘാടകർക്ക് ഗുരുതര വീഴ്ചയെന്നാണ് കണ്ടെത്തൽ. സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകതയ്ക്കെതിരെ സംഘാടകർക്കെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. BNS, കേരള പോലീസ് ആക്ട് തുടങ്ങിയവയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. പ്രാഥമികമായിട്ട് സ്റ്റേജ് കെട്ടുന്നതിൽ അപാകതയുള്ളതായിട്ടാണ് സംശയിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അതിൻ്റെ PWD എഞ്ചിനീയേഴ്സിനെ കൊണ്ട് ഈ കെട്ടിയിട്ടുള്ള സ്റ്റേജ് പരിശോധിപ്പിച്ച് അതിലുള്ള അപാകത മനസ്സിലാക്കിയതിന് ശേഷം ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. സംഘാടകരായ മൃദംഗം മിഷനും സ്റ്റേജ് നിർമ്മിച്ച കരാർ ജീവനക്കാർക്കുമെതിരെയാണ് പോലീസ് കേസെടുത്തത്. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കണമെന്ന കരാർ ലംഘിച്ചാണ് സംഘാടകർ പരിപാടി നടത്തിയതെന്ന് GCDA ചെയർമാൻ പറഞ്ഞു. നമ്മുടെ സ്റ്റേഡിയത്തിലെ VIP പ്ലാറ്റ്ഫോമിന് പുറമെ കുറച്ചുകൂടി മുൻപോട്ട് ഒരെണ്ണം നിർമ്മിച്ചിരുന്നു. അതിൻ്റെ ഒരു സ്റ്റേബിൾ ബാരിക്കേഡ് അതിനുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് സംഭവിച്ചത്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് സ്റ്റേഡിയത്തിൻ്റെ എന്തെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നമുള്ളതിൻ്റെ ഭാഗമല്ല. സ്റ്റേഡിയത്തിൽ അങ്ങോട്ട് സുരക്ഷാ പ്രശ്നമില്ല. അഡീഷണലായിട്ട് ചെയ്ത ഈ പ്ലാറ്റ്ഫോമിന് ഒരു സ്റ്റേബിൾ ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല. അതിന് പകരം റിബൺ ബാരിക്കേഡ് കൊടുത്തു. സ്ഥലവും കുറവായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയെന്ന പ്രാഥമിക സുരക്ഷാ നടപടി പോലും സംഘാടകർ സ്വീകരിച്ചില്ലെന്ന് ഫയർഫോഴ്സ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അപകട സ്ഥലത്ത് GCDA എഞ്ചിനീയർമാരും ഫോറൻസിക് വിഭാഗവും പോലീസും പരിശോധന നടത്തി. മീഡിയ 1 കൊച്ചി.